ബെഡ്റൂമിൽ ഒട്ടും സമയം കിട്ടുന്നില്ല. സമയം വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്പ്രേകൾ ഉപയോഗിക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ ദീർഘകാലം ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്നൊക്കെ പലപ്പോഴും ചോദ്യം വരാറുണ്ട്. ആദ്യം ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ സ്പ്രേക്കകത്ത് മിക്കവാറും ലിഡോക്കെയിൻ പോലെയുള്ള മരുന്നുകളാണ് ചെറിയ അളവിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് സ്പ്രേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് തേച്ച് കഴിയുമ്പോഴേക്കും ആ ഭാഗത്തെ സെൻസിറ്റിവിറ്റി കുറയും. എന്ന് വെച്ചാൽ സംവേദനക്ഷമത കുറഞ്ഞിട്ട് ചെറിയൊരു മരവിപ്പ് പോലെ അവിടെ വന്നു കഴിയുമ്പോഴാണ് ഈ ടൈം കൂടുതൽ കിട്ടുന്നത്. പക്ഷെ ചില ആൾക്കാർ വിചാരിക്കാറുണ്ട്, ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ശക്തി കിട്ടുമെന്ന്. ഒരു കാര്യം ഓർക്കരുത്, ശക്തി കൂട്ടാനുള്ളതൊന്നുമല്ല, അവനവൻ്റെ ശക്തി മാത്രമേ അവനവന് കാണുകയുള്ളൂ, അല്ലാതെ ശക്തി കൂട്ടില്ല. പക്ഷേ ടൈം ഡിലേ ആക്കാൻ ഒരു പരിധിവരെ പലരെ സഹായിക്കാറുണ്ട്. പിന്നെ ഈ ശക്തിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഓയിൽസ് അല്ലെങ്കിൽ ക്രീംസ്, സ്പ്രേ ഒക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ അതിൻ്റെ ആധികാരികത എത്രത്തോളമാണെന്ന് അറിയില്ല. ഈ സ്പ്രേയുടെ കാര്യത്തിലാണെങ്കിൽ ഇത് മരുന്നാണ് അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് വേണം ഉപയോഗം. ഈ സ്പ്രേയിൽ അടങ്ങിയിരിക്കുന്ന മരുന്നുകൾ ചില ആളുകൾക്ക് അലർജി ഉണ്ടാക്കാറുണ്ട്, അതേപോലെ തന്നെ പങ്കാളികൾക്കും അലർജി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ളവർ അത് തുടർന്ന് ഒരിക്കലും ഉപയോഗിക്കരുത്. അടുത്തത്, സ്ഥിരമായിട്ട് ഡെയിലി ഇത് ഉപയോഗിക്കരുത്. വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി നഷ്ടമാകും, അവിടുത്തെ സ്കിന്ന് തന്നെ നശിച്ചു പോകാനുള്ള കാര്യമാകും. മരവിപ്പൊക്കെ പിന്നീട് സ്ഥായിയായിട്ടുണ്ടാകാം. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഉദ്ദേശിച്ച ഒരു ഫലവും കിട്ടാതെ വരും. അതുകൊണ്ട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ, ഉദാഹരണത്തിന് ഒരാഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള നിലയിലൊക്കെ കൺട്രോൾഡായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ ദീർഘകാലമോ അമിതമായോ അളവിലധികമായോ ഒരിക്കലും സ്പ്രേ ചെയ്യരുത്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം 10-15 മിനിറ്റിന് മുമ്പ് ഇത്തിരി അകറ്റി, കുറച്ചൊന്ന് അകത്തി പിടിച്ചിട്ട് വേണം ഈ സ്പ്രേ ചെയ്യാൻ. അതേപോലെ പറഞ്ഞിട്ടുള്ള ഇപ്പം 4 സ്പ്രേ അല്ലെങ്കിൽ 5 സ്പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തവണ മാത്രമേ അത് സ്പ്രേ ചെയ്യാവൂ. ഓവറായിട്ട് സ്പ്രേ ചെയ്യരുത്. അപ്പോൾ 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും സുരക്ഷിതമായ കാര്യങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് ധരിക്കാം. പിന്നെ വേണമെങ്കിൽ ചെറുതായിട്ട് വാഷ് ചെയ്യാം, അതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ഷൻസ് വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ വെറ്റ് വൈപ്സ് ഇല്ലേ, അത് വെച്ച് തുടയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. പങ്കാളിയിലേക്ക് ഈ മരുന്ന് ചെല്ലേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതേപോലെ അമിതമായിട്ട് തുടർച്ചയായി ഉപയോഗിക്കരുത്. അവിടുത്തെ സ്പർശനശേഷി നഷ്ടപ്പെടാം എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലോർക്കണം. ഇത് താൽക്കാലികമായ ഒരു പരിഹാരം മാത്രമാണ്. ഇതിന് പിന്നിൽ, ഈ ടൈം കുറയുന്നതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ശാരീരികമായ കാര്യമാണെങ്കിൽ, അത് എന്തെങ്കിലും അസുഖം മൂലമാണെങ്കിൽ ഒരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ യൂറോളജിനെയോ ഒക്കെ കാണിച്ച് ചെക്ക് ചെയ്തിട്ട് അത് പരിഹരിക്കുമ്പോൾ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് ടൈം തിരികെ വരും. അപ്പോൾ മിക്ക സ്പ്രേകളിലും ഈ മരുന്നിൻ്റെ സാന്നിധ്യമുണ്ട്. ചിലപ്പോൾ ഹെർബൽ സ്പ്രേ ആണെങ്കിൽ അത്രയും വരില്ല. പക്ഷെ ശ്രദ്ധിക്കുക, എപ്പോഴും അതിൻ്റെ ലേബലൊക്കെ വായിച്ച് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക.